നമസ്കാരം. അമേരിക്ക ഇറാന് നേർക്ക് നടത്തുന്ന യുദ്ധം വീണ്ടും തുടരാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം നടന്ന സമാധാന ചർച്ചകളൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും ഫെബ്രുവരി 28-ാം തീയതിയാണ് ഇറാന് നേർക്ക് ആക്രമണം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു യുദ്ധം വലിയൊരു തിരിച്ചടിയായി മാറും എന്ന് തന്നെയാണ്. ഈ യുദ്ധം കൊണ്ട് എന്താണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നേടിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. അമേരിക്കയിലെ തന്നെ വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ കാര്യ വിദഗ്ധർ നടത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അവർ നടത്തിയ പഠനമനുസരിച്ച് ട്രംപിന് ഈ യുദ്ധം വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇതിന് ഉദാഹരണങ്ങളായി അവർ നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ മതഭരണകൂടത്തെ പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു യുദ്ധം ആരംഭിച്ചപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിലവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അയത്തുള്ള അലി ഖമേനിയെ ആദ്യ ദിവസം തന്നെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും അയത്തുള്ള അലി ഖമേനിയേക്കാൾ തീവ്ര നിലപാടുകാരനുമായ മുസ്തഫ ഖമേനി ആ പദവിയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം കോമ സ്റ്റേജിലാണോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. പക്ഷേ മുസ്തഫ ഖമേനിയുടേതായ ദിവസവും പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്, അമേരിക്കയെ തിരിച്ചടിക്കാൻ ആഹ്വാനങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് ഈ മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു, ഇയാൾ എവിടെയാണെന്നുള്ള കാര്യം ഇനിയും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ നാറ്റോ സഖ്യത്തിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കാൻ ട്രംപിൻ്റെ ഈ ഒരു നടപടികൾ കാരണമായി എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഉൾപ്പെടെയുള്ളവരെ രൂക്ഷമായി വിമർശിച്ചതൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി നാറ്റോ സഖ്യത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വെളിവാകുന്നത്. മറ്റൊന്ന് ആഗോള വിപണിയിലെ എണ്ണയുടെ വിലക്കയറ്റവും അത് ഉയർത്തുന്ന മറ്റ് അനേകം പ്രതിസന്ധികളുമാണ്. എണ്ണ വില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തന്നെ ബാധിക്കും ഒരു പരിധി കഴിയുമ്പോൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. യുദ്ധത്തിൽ ഇനി ആർക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോഴും അവർ ബേർക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. കാരണം അവർ ഉദ്ദേശിച്ചതുപോലെയല്ല, ഇറാൻ അതിശക്തമായ അടിത്തറയുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള മിസൈലിൻ്റെ അസാമാന്യമായ ശേഖരമുള്ള ഒരു രാജ്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമുള്ളതും അവർ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതും അതുവഴി ഇന്ത്യ ഉൾപ്പെടെയുള്ള വളരെ അപൂർവം രാജ്യങ്ങളിലെ കപ്പലുകളെ മാത്രം കടന്നുപോകാൻ അനുവദിച്ചതുമൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഫ്രഞ്ച് കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകാൻ ഇറാൻ അനുമതി കൊടുത്തതും പല പാശ്ചാത്യ രാജ്യങ്ങളെയും മാക്രോണിൻ്റെ വഴിയിലേക്ക് തിരിയാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ വലിയ തോതിലുള്ള വിലക്കയറ്റം ഇപ്പോഴുണ്ട്, പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ താറുമാറാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായി. ഇറാനെ നിമിഷ നേരം കൊണ്ട് തങ്ങൾ തകർക്കും എന്ന് പറഞ്ഞ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത് വലിയ തോതിലുള്ള ഒരു അപമാനമായി മാറി. മാത്രവുമല്ല, ഈ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വൈമാനികനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ വലിയ ദൗത്യത്തിനിടയിൽ 2 വിമാനങ്ങൾ അവർക്ക് തകർക്കേണ്ടി വന്നു. കാരണം ശത്രുക്കൾ സമീപത്തെത്തി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തിരുന്ന 2 വിമാനങ്ങൾ മണലിൽ പൊതിഞ്ഞു പോയിരുന്നത്. അവിടെ നിന്ന് അവയെ കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ശത്രുക്കൾ അടുത്തെത്തി എന്ന് മനസ്സിലായപ്പോൾ അവ കത്തിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ 4 വിമാനങ്ങൾ തകർന്ന അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്. ഇതൊക്കെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ട്രംപിനെതിരായ ഒരു നിലപാട് ഇപ്പോൾ ഉയർന്നു വരുന്നതിന് കാരണമായി എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, അടുത്തിടെ നടക്കാൻ സാധ്യതയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം ട്രംപിന് രൂക്ഷമായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ JD വാൻസിനെയാണ് പാകിസ്ഥാനിൽ ചർച്ച നടത്താൻ ട്രംപ് പറഞ്ഞയച്ചത്. JD വാൻസിനെ സംബന്ധിച്ച് ഇതിൽ വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത. കാരണം ആ ചർച്ച വിജയിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അടുത്ത പ്രസിഡന്റ് ആവാൻ കച്ചകെട്ടിയിരിക്കുന്ന JD വാൻസിനെ സംബന്ധിച്ചും ഈ ചർച്ച പരാജയപ്പെട്ടത് വലിയ തോതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത്. ആഡം പോങ്ഗ്രണ്ട് എന്ന ഒരു വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിലാണ് ട്രംപിനെതിരായ ഇത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.